2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ പോകുന്നത് CPM-ന്റെ അണികളും പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളായിരിക്കും. പക്ഷെ മറുവശത്ത് നിൽക്കുന്നത് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും ഒരു ഐക്യം ഉണ്ടായിട്ടില്ല. അവർ കഴിഞ്ഞ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ അവർ പരസ്പരം മത്സരിക്കുന്നത് അതിന്റെ കണ്ടിട്ടുണ്ടാകണം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയോ? ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഐക്യത്തോടുകൂടിയും ഒരുമയോടുകൂടി ഏത് തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടിട്ടുള്ളത്? ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടിട്ടില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലുമൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേന്മ കൊണ്ടല്ല, അവരുടെ എതിരാളികളുടെ വീഴ്ച കൊണ്ടാണ് അവർ വരുന്നത്. 2026-ലും അവർ വരാൻ പോകുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അവർ കൊള്ളാവുന്നവരായതുകൊണ്ടല്ല. പിണറായി വിജയനെ രണ്ടാം തവണ കൊണ്ടുവന്നതിൻ്റെ ക്ഷതം, അതിൻ്റെ പരിക്ക്, അതിൻ്റെ മനോദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ CPM-ന്റെ താഴെത്തട്ടിലുള്ള അണികൾ വിൽ സീ ടു ഇറ്റ് ദാറ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അവരിത് ഓരോ സംഭവങ്ങളും ഈ AKG സെൻറ്റർ നിർമ്മാണവും ഇതും 20 കോടി രൂപ മുടക്കി 4ാം വാർഷികം ആഘോഷിക്കുന്നു. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നീന്തൽക്കുളത്തിന് 50 ലക്ഷം രൂപ കൂടുതൽ ചെലവഴിക്കുന്നു. ഇതൊക്കെ പാർട്ടി അണികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.